ഹായ് ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അപ്പത്തിന് അരച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ കുതിർത്ത് കഴുകി ഊറ്റി വെച്ച പച്ചരിയാണിത്. അപ്പോൾ 2 കപ്പ് അരിയിലോട്ട് 1/2 കപ്പ് ചോറിട്ട് എടുക്കുക. എന്നിട്ട് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്കിനി 1/2 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ഒരുപാട് ചേർക്കരുത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, അതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും വെള്ളം മതി. ഇത് മുങ്ങിക്കെടുക്കാനുള്ള അത് സെയിം ലെവലിൽ തന്നെ നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അരിയും തേങ്ങയൊക്കെ ഉള്ളത് അത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതേ വെള്ളത്തിലാണ് നമ്മൾ പിന്നെ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് മതി. ഇനി നമുക്കിത് കുതിരാൻ വെക്കാം. ഇതിപ്പോൾ നിങ്ങൾ രാത്രിയിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിരാൻ വെക്കുക. രാവിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി നിങ്ങൾ കിടക്കാൻ നേരം ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ രാവിലെ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് തുറന്ന് കാണിക്കുന്നുള്ളത്. ഇതിപ്പോൾ രാവിലെ 6 മണി സമയത്താണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് എല്ലാം കൂടി. ഇനി നമുക്കിതിനെ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ വലിയ മിക്സിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നുള്ളത്. നിങ്ങൾ ചെറിയ മിക്സി ആണെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഒരേ ബാച്ചിൽ തന്നെ അരച്ചെടുക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ കുതിർത്ത് വെച്ച ഈ വെള്ളം തന്നെ മതി. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇതുപോലെ വേണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ രാത്രി ഒഴിച്ച് വെച്ച വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ. ഇതൊന്ന് പൊങ്ങി വരും. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് വേണ്ട കറി ഉണ്ടാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ പരിപ്പ് വേവാൻ വെച്ചതാണ്. വേറൊന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ കുറച്ച് പരിപ്പാണ്. പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുരിങ്ങക്കായയും ഒരു പൊട്ടാറ്റയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയൊരു സവാളയുടെ, വലിയ സവാളയാണെങ്കിൽ പകുതി മതി, ചെറിയ സവാളയാണെങ്കിൽ 1 സവാള മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ സവാള എടുത്തുകൊണ്ട് അതിൻ്റെ പകുതിയാണ് അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളത്. ഒരു പകുതി സവാളയും വലിയ വലിപ്പമുള്ള ഒരു തക്കാളിയും 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് 5-6 മതി. ഇനി നമ്മൾ ഇതിൽ വേറൊന്നും ചേർക്കാൻ പോകുന്നില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് 3 വിസിൽ അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കുക.
ഞാനിപ്പോൾ വലിയ വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ചെറിയ തക്കാളിയാണ് ഉള്ളതെങ്കിൽ 2 എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇനിയിപ്പോൾ അത് വെന്തോട്ടെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രാവിലെ നമ്മളെല്ലാവരും പെട്ടെന്ന് പണി തീർക്കാൻ നോക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് ചായയുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ദാ ഇവിടെ 3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരുപാടങ്ങ് ഉടഞ്ഞ് പോയിട്ടുമില്ല, എന്നാൽ നല്ല വെന്ത് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. ഇനി ഞാനിത് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കൊടുത്താൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ് ചെറിയ ഉള്ളി ചേർത്താൽ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ ഉള്ളി ചെറുതായി മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. രാവിലെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. കുട്ടികൾ ഉറപ്പായിട്ടും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഫുഡൊക്കെ കഴിക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തടിച്ച് വന്നോട്ടെ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് മൊത്തത്തിൽ വേവിച്ചിട്ടുള്ളതാണല്ലോ. ഇനിയിപ്പോൾ വേവാനൊന്നും ഇല്ല ഇതിൽ. അതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഇതിപ്പോൾ ഒരു തിള വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു പരിപ്പ് കറിയാണ്. രാവിലേക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച മാവ് എന്തായി നോക്കാം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ. പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടമുള്ളത് അതുപോലെ ചുട്ടെടുക്കുക. ഇതിപ്പം ഞാനിവിടെ പാനാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പാനിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ പാനിലോട്ട് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ചുറ്റിക്കാനോ ഇതാക്കാനൊന്നും പോകണ്ട കേട്ടോ. 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കണ്ണ് വരുമല്ലോ, ആ ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് അടച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലും ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങളെ ഇഷ്ടത്തിന് ചുട്ടെടുക്കാം കേട്ടോ. വെള്ളപ്പത്തിൻ്റെ ചട്ടി വേണമെങ്കിൽ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഗീ ഒഴിച്ച് കൊടുക്കാം, നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്കായതുകൊണ്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഓപ്ഷനിലാണ്. ഇത് പോൾസ് വന്നതിന് ശേഷം ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും.
ഇപ്പോൾ ഇതാ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ച് വെച്ച് വേവിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ലപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്കായതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മാവിൽ അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മാവും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിതാ ഇവിടെ ചുട്ടെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇതിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതാ അങ്ങനെ നമ്മുടെ പഞ്ഞി പോലത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.